നമസ്കാരം. അമേഠിയിൽ റോബർട്ട് വദ്രയ്ക്ക് കോൺഗ്രസ് സീറ്റ് നൽകില്ല. പ്രിയങ്ക അമേഠിയിലും രാഹുൽ റായ്ബറേലിയിലും മത്സരിക്കണം എന്ന ഉറച്ച നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചതോടെയാണ് വാദ്രയ്ക്ക് വഴിയടഞ്ഞത് എന്നാണ് സൂചന. പക്ഷേ ഇരുവരും അതത് മണ്ഡലങ്ങളിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. വദ്രയുടെ പ്രസ്താവന അനാവശ്യമാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. അമേഠിയിൽ ആരാകും സ്ഥാനാർത്ഥി എന്ന അഭ്യൂഹം നിലനിൽക്കെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് റോബർട്ട് വദ്ര മത്സരിക്കാനെത്തുമെന്നായിരുന്നു ഇന്നലെ വരെയുള്ള സൂചനകൾ. മത്സരിക്കാൻ റോബർട്ട് വദ്ര താൽപ്പര്യം അറിയിച്ചതോടെയാണ് അഭ്യൂഹം ഉയർന്നത്. അമേഠിയിലെ ജനം തന്നെ പ്രതീക്ഷിക്കുന്നുവെന്നും സിറ്റിംഗ് എം പി സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണെന്നുമാണ് റോബർട്ട് വദ്ര വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ പ്രഥമ പരിഗണന അമേഠിക്കായിരിക്കുമെന്നും സിറ്റിംഗ് എം പിയെ ജനം മടുത്തെന്നും റോബർട്ട് വദ്ര പറഞ്ഞു. അമേഠിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് റോബർട്ട് വദ്രയുടെ പ്രതികരണം എന്നതും ശ്രദ്ധേയമായിരുന്നു. ഇരു മണ്ഡലങ്ങളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. AICC ആസ്ഥാനത്ത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ ചേർന്നാകും പ്രകടന പത്രിക പുറത്തിറക്കുക. ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച 5 ഗ്യാരണ്ടികളാകും പ്രകടന പത്രികയുടെ ഹൈലൈറ്റ്. പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവായ വദ്ര ദുരൂഹമായ ഇടപാടുകളുടെ കേന്ദ്രമായിരുന്നു ഒരു കാലത്ത്. കോൺഗ്രസിന് കേന്ദ്രത്തിൽ അധികാരം നഷ്ടമായതിനു ശേഷം ED വദ്രയെ തേടിയെത്തിയിരുന്നു. അറസ്റ്റിലായി അഴിക്കുള്ളിൽ കിടക്കുന്ന സാഹചര്യവുമുണ്ടായി. കുറച്ചു കാലമായി ഉത്തർപ്രദേശിലെയും ഹരിയാനയിലെയും രാഷ്ട്രീയത്തിൽ ഇടപെടലുകൾ നടത്തി വരികയായിരുന്ന വാദ്ര തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാനാണ് താൽപ്പര്യമറിയിച്ചത്. അമേഠിയിൽ BJPയുടെ സ്മൃതി ഇറാനിക്കെതിരെ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവും വ്യവസായിയുമായ റോബർട്ട് വദ്ര രംഗത്ത് വന്നത് വലിയ വാർത്തയായിരുന്നു. അമേഠിയിലെ ജനങ്ങൾ താൻ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നും സ്മൃതി ഇറാനിയുടെ ഭരണത്തിൽ അമേഠി വീർപ്പുമുട്ടുകയാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. അവിടെ ജനങ്ങൾ തങ്ങൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിരിക്കുന്നു. ഗാന്ധി കുടുംബത്തിലെ ഒരാൾ മണ്ഡലത്തെ പ്രതിനിധീകരിക്കണം എന്നാണ് ഇപ്പോൾ അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചാൽ മത്സരിക്കാൻ അമേഠി തിരഞ്ഞെടുക്കണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നൊക്കെയായിരുന്നു വദ്രയുടെ വാക്കുകൾ. 99-ൽ പ്രിയങ്കയ്ക്കൊപ്പം എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അമേഠിയിലായിരുന്നു. ഗാന്ധി കുടുംബത്തിൻ്റെ മണ്ഡലമായിരുന്നു അമേഠി. എന്നാൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയോട് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. 2004, 2009, 2014 തെരഞ്ഞെടുപ്പുകളിൽ രാഹുൽ ഗാന്ധി തുടർച്ചയായി അമേഠിയിൽ വിജയിച്ചിരുന്നു. രാഹുൽ ഗാന്ധി ഇക്കുറി വയനാട്ടിൽ നിന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. അമേഠിയിലും അദ്ദേഹം മത്സരിച്ചേക്കും എന്ന അഭ്യൂഹമുണ്ടായിരുന്നു. അമേഠിയിലും റായ്ബറേലിയിലും ആരൊക്കെ മത്സരിക്കും എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല. റായ്ബറേലിയിലെ സിറ്റിംഗ് MP ആയ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറി. റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കും എന്ന അഭ്യൂഹം നിലവിലുണ്ട്. ഇതിനിടെയാണ് റോബർട്ട് വദ്ര മത്സരരംഗത്തിറങ്ങാൻ താൽപ്പര്യം പ്രകടിപ്പിച്ച് രംഗത്ത് വന്നത്. അതേസമയം വദ്രയുടെ ആഗ്രഹത്തോട് പ്രതികരിക്കാൻ കോൺഗ്രസ് നേതൃത്വം ഇന്നലെ തയ്യാറായില്ല. ഇന്നിപ്പോൾ അതിൻ്റെ പ്രതികരണത്തിൻ്റെ വാർത്തകളാണ് പുറത്തുവരുന്നത്. സോണിയാഗാന്ധി അടക്കമുള്ളവർ വിഷയത്തിൽ മൗനം പാലിച്ചിരുന്നു. ഉത്തർപ്രദേശിലും ഹരിയാനയിലുമൊക്കെ വദ്രയുടെ ചില ഇടപെടലുകൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉത്തർപ്രദേശിൽ ദയനീയ തോൽവിക്ക് ഇടയാക്കിയതിലും വദ്രയുടെ ശിങ്കിടികൾ സ്ഥാനത്ത് എത്തിയതാണ് എന്ന ആരോപണം മുൻപ് ഉണ്ടായിരുന്നു. ഇതിനു മുൻപും റോബർട്ട് വദ്ര രാഷ്ട്രീയ പ്രവേശനത്തിന് താൽപ്പര്യമുണ്ട് എന്ന് അറിയിച്ച് രംഗത്ത് വന്നിരുന്നു. സഹോദരീ ഭർത്താവിൻ്റെ മോഹം രാഹുൽ ഗാന്ധിക്ക് തീരെ പിടിച്ചിരുന്നുമില്ല. ഇത്തരം അഭിപ്രായങ്ങൾ വാദ്ര നടത്തരുതെന്ന് കർശന നിർദ്ദേശവും അദ്ദേഹം നൽകിയിരുന്നു. മൻമോഹൻ സിംഗ് അധികാരത്തിലെത്തിയപ്പോൾ വാദ്ര നടത്തിയ പല വഴിവിട്ട നീക്കവും കോൺഗ്രസിന് ശക്തമായ തിരിച്ചടിയായിരുന്നു. ഭരണം നഷ്ടമാകാനും റോബർട്ട് വദ്രയുടെ ഇടപെടലുകൾ കാരണമായതായി രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് റോബർട്ട് വദ്രയെ രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുൽ ഗാന്ധി ബോധപൂർവം അകറ്റി നിർത്തിയിരിക്കുന്നത് എന്നും പറയുന്നു. ബിക്കാനീർ ഭൂമി തട്ടിപ്പ് കേസിൽ റോബർട്ട് വദ്ര അടക്കം 4 പേരുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നേരത്തെ കണ്ടുകെട്ടിയിരുന്നു.